കുഞ്ഞുങ്ങളെ, ഇതാണ് നീലിമലക്കുന്നിൻ്റെ താഴ്വരയിലുള്ള അതിമനോഹരമായ തെളിനീർ തടാകം. ഈ തടാകത്തിൻ്റെ ഇരു കരകളിലുമായിട്ടാണ് നമ്മുടെ കുഞ്ഞനെലിയും വിരുതൻ തവളയും താമസിച്ചിരുന്നത്. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്നും അവർക്ക് കിട്ടുന്ന ആഹാര സാധനങ്ങൾ അവർ പങ്കുവെച്ച് കഴിച്ചിരുന്നു. അങ്ങനെ അവരുടെ ആ സൗഹൃദം അത്യധികം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരം പരപരാന്ന് വെളുത്തു വരികയാണ്. നമ്മുടെ കുഞ്ഞനെലി അവന്റെ കളിക്കൂട്ടുകാരനായ വിരുതൻ തവളയെ കാത്തിരിക്കുകയാണ്. അവനെത്തിയല്ലോ. നമ്മുടെ കുഞ്ഞനെലിക്ക് സന്തോഷമായി. അവൻ തൻ്റെ കൂട്ടുകാരനുമായി മാളത്തിലേക്ക് ചാടിക്കയറി. എന്നിട്ട് അവന് വയറ് നിറച്ച് ഭക്ഷണം നൽകി. എലിയുടെ അതിവിപുലമായ ഭക്ഷണശേഖരം കണ്ട് നമ്മുടെ വിരുതൻ തവളയുടെ കണ്ണ് തള്ളിപ്പോയി. ഇതൊക്കെ തനിക്ക് മാത്രം കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആശിച്ചു. എന്താണൊരു വഴി? എങ്ങനെ ഇത് തട്ടിയെടുക്കാം? അവന്റെ ദുഷ്ടമനസ്സിൽ ഇപ്പോൾ സൗഹൃദമില്ല, മറിച്ച് എങ്ങനെ തന്റെ കൂട്ടുകാരനെ നശിപ്പിക്കാം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും നമ്മുടെ പാവം കുഞ്ഞനെലി അറിഞ്ഞില്ല. അവൻ സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരനെ യാത്രയാക്കി. അന്ന് രാത്രി ആ ചതിയൻ തവള ഉറങ്ങിയതേയില്ല. അവൻ്റെ മനസ്സിൽ നിറയെ എങ്ങനെ തൻ്റെ കൂട്ടുകാരനെ അപായപ്പെടുത്താം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അവൻ ഒരു ഉപായവും കണ്ടെത്തി. എങ്ങനെയുണ്ട് എന്റെ വീട്? ഇഷ്ടമായോ? ഈ വർഷവും വെള്ളം കയറുമെന്നാ തോന്നുന്നേ. കഷ്ടപ്പെട്ട് തന്നെ. എന്ത് തന്നെയായാലും ഇന്ന് നീ എന്റെ വീട്ടിൽ വരണം. അയ്യോ, ഇന്നോ? ഇന്ന് വരാൻ പറ്റില്ലല്ലോ, മറ്റൊരു ദിവസം വരാം. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. എത്ര കാലമായി ഞാൻ നിന്നോടിത് പറയുന്നു. നിനക്കറിയോ, ഇന്ന് വലിയൊരു വിരുന്നൊരുക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ വന്നേ പറ്റൂ. നിനക്കറിയില്ല എനിക്ക് വെള്ളത്തിലൂടെ നീന്താനാവില്ലെന്ന്. ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിൽ വരുന്നത്? എനിക്ക് ശരിക്കും പേടിയാ. അത് നീ പേടിക്കണ്ട. ഞാൻ നിന്നെ എന്റെ പുറത്തിരുത്തി അക്കരെ എത്തിക്കാം. അതുപോരെ? മുറുക്കി കെട്ടണേ, എനിക്ക് നീന്താൻ അറിയാത്തയാ. തവളയുടെ കൊടും ചതി മനസ്സിലാക്കാത്ത പാവം നമ്മുടെ കുഞ്ഞനെലി വളരെ പ്രതീക്ഷയോടെ അക്കരയ്ക്ക് യാത്ര തിരിച്ചു. തടാകത്തിന്റെ ഒത്ത നടുവിലെത്തിയപ്പോൾ സൗഹൃദത്തിന്റെ വിലയറിയാത്ത ആ ചതിയൻ തവള വെള്ളത്തിനടിയിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു നിലവിളിച്ച നമ്മുടെ കുഞ്ഞനെലിയോട് ആ ദുഷ്ടൻ തവള ഒരു കരുണയും കാണിച്ചില്ല.
പൊങ്ങി വന്ന തവളച്ച തൻ്റെ കെട്ടഴിക്കാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല. ഇതൊക്കെ അടുത്തുള്ളൊരു മരക്കൊമ്പിലിരുന്ന പരുന്തമ്മാവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ പറന്നു വന്ന് ദുഷ്ടനായ തവളച്ചാരെയും കാഞ്ചിയെടുത്ത് അകലേക്ക് പറന്നു പോയി. അപ്പോ കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്ന്, നമുക്കിടയിൽ ധാരാളം കൂട്ടുകാരുണ്ട്. അതിൽ ചതിയന്മാരെ മനസ്സിലാക്കാൻ വൈകിയാൽ നമ്മൾ നശിപ്പിക്കപ്പെടും. 2, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക.